ശ്രീമാത്രേ നമഃ. ധ്യാനശ്ലോകം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീ മാപീന വക്ഷോരുഹാം പാണിഭ്യാമളി പൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ഈ ധ്യാന ശ്ലോകങ്ങൾ ദേവിയെ നമ്മുടെ ഉള്ളിൽ വിഷ്വലൈസ് ചെയ്യുന്നതിനും ദേവിയുമായുള്ള ഡീപ്പ് കണക്ഷൻ സാധ്യമാക്കാനും സഹായിക്കുന്നു. സിന്ദൂരാരുണ വിഗ്രഹാം, ഉദിച്ചുയരുന്ന സൂര്യന്റെ അരുണ നിറം അഥവാ ഓറഞ്ച് കലർന്ന ചുമപ്പു നിറത്തോടു കൂടിയവളാണ് ഈ ദേവി. ദേവിയുമായി ബന്ധപ്പെട്ട് വരുന്നതെല്ലാം ചുമപ്പ് നിറമാണ്. ചുവപ്പ് ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. സിന്ദൂരാരുണ വിഗ്രഹാം നമ്മൾ മനസ്സിൽ കാണേണ്ടത് പ്രഭാത സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ അരുണപ്രഭയോടെ ഉയർന്നു പൊങ്ങുന്ന സൂര്യന്റെ അതീവ മനോഹര ദൃശ്യം. ജീവന്റെ ആധാരം, ചുമന്ന പ്രകാശമയം. ഈ ധ്യാന ശ്ലോകം എത്ര പവർഫുള്ളായിട്ടാണ് ദേവി ചൈതന്യത്തെ നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്നത്. ദേവി സാന്നിധ്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയും ആ ദിവ്യ ചൈതന്യത്തെ ഉണർത്തുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തത് ത്രിനയനാം. ദേവിക്ക് 3 കണ്ണുകളാണ് ഉള്ളത്. ദേവി വർത്തമാന ഭൂതഭാവി കാലങ്ങൾ അറിയുന്നവളാണ്. എല്ലാം അറിയുന്നവളും കാണുന്നവളുമാണ് ദേവി. 3-ാം കണ്ണ് അത് ജ്ഞാനദൃഷ്ടിയാണ്, വിസ്ഡം ഐ. അടുത്തത് മാണിക്യമൗലീസ്ഫുരത്. ദേവി മാണിക്യക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അതിവിശിഷ്ടമായ ഒരു കിരീടം അണിഞ്ഞിരിക്കുന്നു. ആ മനോഹരമായ കിരീടത്തിൽ ചന്ദ്രക്കലയും കാണാം. ദേവി ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചക്രവർത്തിനിയാണ്. ദേവിയുടെ കിരീടത്തിൽ വിരാജിക്കുന്ന ചന്ദ്രൻ സൂചിപ്പിക്കുന്നത് മനുഷ്യ മനസ്സിന്റെയും മാനസിക വികാരങ്ങളുടെയും മുകളിലുള്ള ദേവിയുടെ ആധിപത്യമാണ്. അടുത്തത് സ്മിതമുഖി. ദേവിയുടെ മുഖത്ത് എപ്പോഴും ആകർഷകമായ, ഏറ്റവും മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടാകും. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു വാക്കാണിത്. ദേവിയുടെ ഈ മനോഹരമായ പുഞ്ചിരി തൂകുന്ന മുഖം ധ്യാനിക്കാനായാൽ നമ്മുടെ മുഖത്തും എപ്പോഴും ഒരു പുഞ്ചിരി വിടരും. ആപീന വക്ഷോരുഹാം. ദേവി എപ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും സദാ തൽപരയാണ്. പാണിഭ്യാമളി പൂർണ്ണ രത്നചഷകാം. ദേവിയുടെ കയ്യിൽ അതിവിശിഷ്ടമായ ഒരു പാത്രം, അതിൽ നിറച്ചും തേൻ അഥവാ അമൃതാണ്. ദേവി അവളുടെ മക്കൾക്ക് ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയും